പവർ കട്ട് അങ്ങനെ ഉണ്ടോ? ഞാൻ അത്രയും ഫേസ് ചെയ്തിട്ടില്ലല്ലോ. ഇന്നലെ ഒരു ദിവസം മാത്രം 3-4 പ്രാവശ്യം കട്ടായിട്ടുണ്ട്. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് അഭിപ്രായം പറയാനില്ല, കാരണം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അവിടെ പിന്നെ ജനറേറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ അത്ര അറിയണില്ല. അരമണിക്കൂർ കട്ടായിട്ട് ഇന്നലെ രാത്രി മാത്രം ഒരു 1.5 മണിക്കൂറോളം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ഇൻവേർട്ടർ വെച്ചതുകൊണ്ട് ഞങ്ങൾ അത്ര അറിയുന്നില്ല. ഇപ്പോൾ ഇൻവേർട്ടറിൻ്റെ ഒന്ന് ഒഴിവാക്കിയൊരു കാലമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് തന്നെ നീങ്ങണം എന്നാണ് ഇതാകുന്നത്. സ്വാഭാവികമായും കോരിച്ചൊരിയുന്ന മഴ പെയ്യേണ്ട ഒരു അവസ്ഥയാണ്, ഈ സീസണാണ് ഇത്. പക്ഷേ കനത്ത വെയിലൊക്കെ ഉള്ള ഒരു സമയമാണ്. ഈ ഒരു ഘട്ടത്തിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടുന്ന ഒരു സാഹചര്യം സർക്കാരിനെ സംബന്ധിച്ച് വന്നിരിക്കുകയാണ്. കാരണം മഴ കുറവാണ്, വൈദ്യുതി കൂടിയ വിലയ്ക്ക് വാങ്ങേണ്ടി വരുന്നൊരു സാഹചര്യമാണ്. ഇതിൻ്റെ ഒരു ദുരിതം പവർ കട്ട് എന്ന രീതിയിൽ ജനങ്ങൾക്കും വേണ്ടി വരുന്നു. പലപ്പോഴും വൈദ്യുതി മന്ത്രി തന്നെ അതിനകത്ത് വലിയ നൊമ്പരത്തോടു കൂടി പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പവർ കട്ടിനോട് ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായിട്ട് വരുന്നു, പവർ കട്ട് ഉണ്ടാവുന്നു, അതേക്കുറിച്ച് എന്താ അവസ്ഥ? അത് മഴയുമില്ല, മഴ ഇപ്പോൾ വരാത്തതിനിപ്പോൾ നമ്മൾ എന്താക്കാനാണ്? ഇപ്പോൾ കാലാവസ്ഥ കംപ്ലീറ്റ് മാറിയില്ലേ, അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പവർ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലാണ്ട് ഇപ്പോൾ വെള്ളം ഇല്ലാണ്ട് പവർക്ക് ഇതുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് പിന്നെ കൂടുതൽ ഉപയോഗം കുറച്ച് കൊണ്ടുവരിക, അത് തന്നെ മെയിനായിട്ട് വേണ്ടത്. ഇപ്പോൾ ദോഷം തന്നെയാണ് എല്ലാവർക്കും, വലിയ ഇതൊന്നും ഇല്ലല്ലോ. കാരണങ്ങൾ എന്താ പറഞ്ഞാൽ മഴയില്ല, അതുകൊണ്ട് ആണെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. എന്തായാലും പവർ കട്ടുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസമൊക്കെ മുടങ്ങുന്നുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു ഇത് അപ്രഖ്യാപിതമാണല്ലോ, അതിന് ടൈം കിട്ടുന്നില്ല. അത് കൃത്യമായിട്ടൊരു ടൈമാണെങ്കിൽ അതനുസരിച്ച് കുട്ടികൾക്ക് ഷെഡ്യൂൾ ചെയ്യുക, അത് കഴിയുന്നില്ല. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ പറയുന്നു. അത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 10 കൊല്ലം വരെ പവർ കട്ടില്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അത് വരുന്നേരോ നമ്മൾ വീണ്ടും പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇൻവേർട്ടറിൻ്റെ ഒന്ന് ഒഴിവാക്കിയൊരു കാലമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അതിലേക്ക് തന്നെ നീങ്ങണം എന്നാണ് ഇതാകുന്നത്. പ്രതിപക്ഷമൊക്കെ പറയുന്നതേ കഴിഞ്ഞ 10 കൊല്ലം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇപ്പം ഭരണം മാറിയപ്പോൾ പവർ കിട്ടുമെന്ന്. അതെ, അതിന് വേറെ എന്തൊക്കെ ആസൂത്രണം അവർ ചെയ്തിരുന്നു. എങ്ങനെ മറ്റേ കറണ്ട് വാങ്ങേ, ആ പരിപാടിയൊന്നും ഇവർ ചെയ്തില്ല. ആകെ ഒരു കാര്യമുണ്ട്, എന്തായാലും ഈ പവർ കട്ടിനൊരു ബദൽ സംവിധാനം വേണം. പിന്നെ എന്തായാലും വേണ്ടേ, അവർ ഇതേവരെ ചെയ്തില്ല. അത് മുൻകൂട്ടി കണ്ടിട്ടില്ല, ആ ഒരു പരിപാടി ചെയ്തില്ല. അതിൻ്റെ ഒരു ക്ഷീണമായിരുന്നു. അതായത് എത്ര ബെറ്ററല്ലേ. വെള്ളമില്ലാത്തതിനെ കൊണ്ടാണ്. കഴിഞ്ഞ LDF ഉള്ള സമയത്തും കുറേ പവർ കട്ട് ഉണ്ടായിട്ടുണ്ട്, ആ ലാസ്റ്റ് ഘട്ടത്തിൽ. അതുകൊണ്ടുള്ള വിഷയമാണ് എന്നാ മനസ്സിലാകുന്നത്. സർക്കാർ വന്നതിനെ കൊണ്ടൊന്നുമുള്ള പവർ കട്ടിൻ്റെ അത് രാഷ്ട്രീയ ആരോപണം മാത്രമാണ്, അതിലൊന്നും ഒരു കഴമ്പില്ല. പവർ കട്ട് അങ്ങനെ ഉണ്ടോ? ഞാൻ അത്രയും ഫേസ് ചെയ്തിട്ടില്ലല്ലോ പവർ കട്ട്. അല്ല, വീട്ടിൽ ഇൻവേർട്ടർ ഉണ്ട്, അതുകൊണ്ടാണ് ആയിരിക്കും. അത് നമ്മൾ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത്. അതെന്തായാലും ഞങ്ങൾ എപ്പോഴും ഓഫാക്കണം. റൂം ഇട്ട് വന്നു കഴിഞ്ഞാൽ പുറത്ത് അത് ഓഫാക്കുന്നതാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സോളാറുണ്ട്, 5 kV. അപ്പോൾ ഇലക്ട്രിക് ബില്ല് അങ്ങനെ അധികം വരാറില്ല. ബട്ട് പവർ പ്രൊഡക്ഷൻ കുറവാണല്ലോ, സോളാറിൻ്റെ പ്രൊഡക്ഷൻ കുറവാണ് റെയിനി സീസണിൽ. ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഇങ്ങനെ അതേപോലെ വന്നിട്ടില്ല. അതുകൊണ്ട് എനിക്കിപ്പോൾ പ്രത്യേകിച്ച് അഭിപ്രായം പറയാനില്ല, കാരണം ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അവിടെ പിന്നെ ജനറേറ്റർ ഉള്ളതുകൊണ്ട് ഞാൻ അത്ര അറിയണില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ അനുഭവിച്ചവരോട് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ഭേദം എന്നാലേക്ക്. പൊതുവേ മഴ കുറവാണല്ലോ, അപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. ഇൻവെർട്ടർ ഉണ്ടായതുകൊണ്ട് അതുവരെ വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്നുണ്ട്. ഒന്നാമത് ഇപ്പോൾ എല്ലാവരും സോളാർ വെച്ചുകൊണ്ട് ഉപയോഗം എല്ലാവരും ഭയങ്കര വർദ്ധിച്ചിട്ടുണ്ട്. കാരണം സോളാർ ഉണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ എല്ലാവരും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. രാത്രി പോകലുണ്ട് കറണ്ട്, അപ്പോൾ പഠിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പവർ കട്ടാണ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ എല്ലാ കൊല്ലം ഉണ്ടാവില്ല, മഴയില്ലാണ്ട് മാത്രമായിരിക്കില്ല. സെൻട്രൽ പൂളിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ടാവില്ല ചിലപ്പോൾ. മറ്റേ സെൻട്രൽ പൂളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം മറ്റേ സ്റ്റേറ്റ്സ് ചെയ്യുന്നത്. ഇവർ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, അങ്ങനെ കിട്ടുന്നുണ്ടാവില്ല അവർക്ക് സെൻട്രൽ പൂളിൽ നിന്ന്. അത് ഇപ്പോൾ ഫീസിബിൾ ആയിരിക്കും തോന്നുന്നില്ല. എന്താണ് കാരണം എന്നറിയില്ല, പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ്. വരുന്നില്ലല്ലോ, ഇനിയിപ്പോൾ അങ്ങനെ തന്നെയുള്ള ഉണ്ടാവുമോ? ഭരണം മാറിയില്ലേ. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ അതാ വരുന്നുണ്ട്. പക്ഷെ ഇന്നലെ ഒരു ദിവസം മാത്രം 3-4 പ്രാവശ്യം കട്ടായിട്ടുണ്ട്. അരമണിക്കൂർ കട്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി മാത്രം ഒരു 1.5 മണിക്കൂറോളം കറണ്ട് കട്ടായിട്ടുണ്ട്. ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞങ്ങളിവിടെ ഇൻവേർട്ടർ വെച്ചതുകൊണ്ട് ഞങ്ങൾ അത്ര അറിയുന്നില്ല. ഇവിടെ കുട്ടികൾ പണിയെടുക്കുന്ന IT വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്ക് AC ഒന്നും വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല.
പവർ കട്ടിൻ്റെ കാര്യത്തിൽ സർക്കാരിനെ വിമർശിക്കുന്നവരും അതേസമയം ഇത് സർക്കാരിൻ്റെ പിഴവല്ല എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ എല്ലാവരും ഒരേ വാചകത്തിൽ പറയുന്നൊരു കാര്യം, ഈ പവർ കട്ട് ഒഴിവാക്കാനൊരു ബദൽ മാർഗം സർക്കാർ സ്വീകരിക്കണമെന്നുള്ളതാണ്. അതിന് സർക്കാരിന് സാധിക്കട്ടെ. റിഷാദ് ഡിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.